കൽക്കി 2898 AD, റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ നാഗ് അശ്വിൻ. കമ്പാരിറ്റീവ്ലി ഒരു യുവ ഡയറക്ടറാണ്, 38 വയസ്സെന്തേ ഉള്ളൂ. പുള്ളിക്കാരൻ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ പടത്തിന്റെ പുറകെ തന്നെ ആയിരുന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ളത് 2-3 സിനിമകൾ മാത്രമേ ഉള്ളൂ. ഒരു നല്ല വിഷനുള്ള ഡയറക്ടറാണ്. കിടിലൻ കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് ഗംഭീരമായിട്ട് റൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് കൽക്കി 2898 AD. വിജയ് ദേവരക്കൊണ്ടയുടെ എവിടെ സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു പടം പുള്ളി ചെയ്തിട്ടുണ്ട്. അതായിരിക്കണം പുള്ളിയുടെ ഫസ്റ്റ് മൂവി. മഹാനടി എന്നുള്ള ഒരു സിനിമയിലൂടെയാണ് എല്ലാവരും നാഗ് അശ്വിൻ എന്നുള്ള ഒരു പേര് കേൾക്കുന്നതും അദ്ദേഹം ഇൻഡസ്ട്രിയിൽ സൗത്ത് ഇന്ത്യനിൽ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിൽ റീച്ച് കിട്ടുന്നത്. നെറ്റ്ഫ്ലിക്സിൽ ഒരു ആന്തോളജി ആയിട്ട് പിട്ടക്കത്തലു എന്നുള്ളതിനകത്ത് ഒരു സെഗ്മെന്റ് ഉണ്ടായിരുന്നു, എക്സ് ലൈഫ് എന്നുള്ള. കൽക്കി എന്നുള്ള സിനിമ വരുന്നതിന് മുന്നേ തന്നെ പുള്ളി ഈ ഒരു ജോണറിൽ ഒരു പടം ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ഷോർട്ട് ഫിലിമാണ് ആന്തോളജിക്കകത്തുള്ള. ആ ഒരു സഞ്ജിത് ഹെഗ്ഡെ, ശ്രുതി ഹാസൻ രണ്ടുപേർ ചേർന്നാണ് ആ ഒരു സെഗ്മെന്റിൽ അഭിനയിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിൽ പിട്ടക്കത്തലു എക്സ് ലൈഫ്. കൽക്കി 2898 AD എന്ന് പറയുന്നത് ഒരു എപ്പിക് സയൻസ് ഫിക്ഷൻ മൂവിയാണ്. മഹാഭാരത പോലുള്ള ഒരു എപ്പിക്ക് അതിൻ്റെ ഒരു ക്യാരക്ടർ ബേസ് ചെയ്തിട്ട് വന്നിരിക്കുന്ന ഒരു സയൻസ് ഫിക്ഷൻ മൂവി. അതൊരു ഗംഭീര ഐഡിയ ആണ്. സാധാരണഗതിയിൽ നമ്മൾ പുരാണ സിനിമകളും എപ്പിക് മൂവികൾ എടുക്കുമ്പോൾ വേറൊരു രീതിയിലായിരിക്കും എടുക്കുന്നത്, സയൻസ് ഫിക്ഷൻ മൂവി എടുക്കുന്നത് വേറൊരു രീതിയിലായിരിക്കും. ഈ രണ്ട് ജോണറിനെ കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല രസമുള്ളൊരു ബ്ലെൻഡിങ് ആണ് ഈ പടത്തിനകത്ത് ചെയ്തിരിക്കുന്നത്. നാഗ് അശ്വിനോടൊപ്പം ഋതം സമർ, പുള്ളിയാണ് ഇതിൻ്റെ കോ റൈറ്റർ, ഡയലോഗ്സും മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് കൺസൾട്ടന്റ് കൂടെയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമയാണ്, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് മുടക്കുന്ന സിനിമയാണ്. മോർ ദാൻ 600 crores പടത്തിന് വേണ്ടി മുടക്കിയിരിക്കുന്നത്. ഭയങ്കര വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി ഇല്ലാതെ ഈ പടം പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ല. വൈജയന്തി മൂവീസിന്റെ ബാനറിൽ അശ്വനി ദത്താണ് ഈ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനൊരു പടം വരില്ല. ഇതൊരു എക്സ്പെരിമെന്റൽ പരിപാടി തന്നെയാണ്. ഇങ്ങനൊരു പോസ്റ്റ് അപ്പോക്കാലിപ്റ്റിക് സംഗതി, അതും മഹാഭാരതത്തിന്റെ ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് മഹാഭാരതവുമായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ഉള്ള ഒരു പരിപാടിയാണ്. അതിൽ നാഗ് അശ്വിൻ എന്ന് പറയുന്ന ഡയറക്ടറിന്റെ അദ്ദേഹത്തിന്റെ വിഷനോടൊപ്പം വൈജയന്തി മൂവീസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനി കട്ടയ്ക്ക് കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു പടം വന്നത്. ഒരു സമയത്ത് കമലഹാസൻ ഈ പടത്തിന്റെ പാർട്ട് ആയതുകൊണ്ട് തന്നെ രാജ് കമൽ ഫിലിംസ് ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള തരത്തിലുള്ള ന്യൂസ് കേട്ടിരുന്നു. പക്ഷേ ഇത് വൈജയന്തി മൂവീസ് എന്ന് പറയുന്ന ടീമിന്റെ മാത്രമാണ്. അവർ ഗംഭീര പടങ്ങൾ വേറെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 2 കൊല്ലം മുമ്പ് ഇറങ്ങിയ സീതാരാമം അവരുടെ ആയിരുന്നു. ഈ സിനിമയുടെ അനൗൺസ്മെന്റ് മുതൽ തന്നെ രാജ്യത്തെ എല്ലാ സിനി ഫൈൽസും ഒറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റാണ്. പ്രഭാസിനെ വെച്ച് നാഗ് അശ്വിൻ ചെയ്യുന്ന പ്രോജക്ട് കെ എന്നുള്ള രീതിയിലാണ് പടം തുടക്കത്തിൽ അനൗൺസ് ആയെങ്കിലും പിന്നീട് അമിതാഭ് ബച്ചൻ, ദീപിക പദുകോൺ, കമലഹാസൻ, അങ്ങനെ കാസ്റ്റ് ഇങ്ങനെ വലുതായി വന്നു. ഇതിനേക്കാൾ വലുതാണ് ഇതിന്റെ കാസ്റ്റ് ലിസ്റ്റ്. ഒരുപാട് സർപ്രൈസിങ് കാസ്റ്റ് ഈ പടത്തിനകത്തുണ്ട്. ഈ ഫിലിമിന്റെ സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്തിരിക്കുന്നത് ഒരു സെർബിയൻ സിനിമാറ്റോഗ്രാഫറായ ജോർജെ സ്റ്റോജിലിയോകോവിക് ആണ്. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നറിയില്ല. ശരിക്കും തരമാണ് സംഭവം. ഒരു ഹോളിവുഡ് ലെവൽ അല്ലെങ്കിൽ ഒരു ഹോളിവുഡിനെ വെല്ലുന്ന രീതിയിലുള്ള ഒരു സിനിമാറ്റോഗ്രാഫി തന്നെയാണ് ഈ പടത്തിനുള്ളത്. നമ്മുടെ മുമ്പിൽ അത്ഭുതങ്ങൾ കാണിച്ചു തരുന്ന ഒരു സിനിമാറ്റോഗ്രാഫർ തന്നെയാണ്. സിനിമയുടെ എഡിറ്റർ കോട്ടഗിരി വെങ്കടേശ്വര റാവു. അദ്ദേഹം ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു സീനിയർ എഡിറ്ററാണ്. തെലുങ്ക് സിനിമയിലെ നാഴികക്കല്ലായിട്ടുള്ള ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്ററാണ്. അശ്വിൻ്റെ കഴിഞ്ഞ സിനിമ മഹാനടിയും ഇദ്ദേഹം തന്നെയായിരുന്നു എഡിറ്റ് ചെയ്തിരിക്കുന്നത്. മ്യൂസിക് ബൈ സന്തോഷ് നാരായണൻ. അതെനിക്ക് ഭയങ്കര സർപ്രൈസിംഗ് ആയിരുന്നു. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഭയങ്കര വലിയൊരു പാൻ ഇന്ത്യൻ മൂവിയിൽ സന്തോഷ് നാരായണന് മ്യൂസിക് ഏൽപ്പിച്ചു? യൂഷ്വലി AR റഹ്മാനിലേക്ക് പോകും അല്ലെങ്കിൽ പ്രീതം അങ്ങനെ പോകും എന്നുള്ളതാണ് കൂടുതൽ ഞാൻ ധരിച്ചിരുന്നത്. പക്ഷേ സന്തോഷ് നാരായണൻ കറക്റ്റ് പിക്കായിരുന്നു എന്ന് തോന്നി. നല്ല മ്യൂസിക്കാണ് ചെയ്തിരിക്കുന്നത്. സന്തോഷ് നാരായണൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കഴിവിൻ്റെ മാക്സിമം ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിൽ എനിക്കിത് ഈ പടത്തിനകത്ത് AR റഹ്മാൻ സ്കോർ ചെയ്തിരുന്നെങ്കിൽ വേറെ ലെവലിൽ പോയാനേ എന്നുള്ള, കാരണം AR റഹ്മാന് പറ്റിയൊരു ജോണറായി എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ സന്തോഷ് നാരായണൻ ഒരിക്കലും മോശമാക്കിയിട്ടില്ല. പാട്ടുകളായിക്കോട്ടെ BGM ആയിക്കോട്ടെ മോശം വരുത്താതെ തന്നെയാണ് സന്തോഷ് നാരായണൻ ചെയ്തിരിക്കുന്നത്. മാസ് BGM വരുന്നതിലും ഈ പറഞ്ഞ പോലെ ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നതിലും ഒക്കെ സന്തോഷ് നാരായണൻ്റെ മ്യൂസിക് ശരിക്കും വർക്കായിട്ടുണ്ട് പടത്തിനകത്ത്. ആ മൂഡൊക്കെ കറക്റ്റായിട്ട് എലിവേറ്റ് ചെയ്ത് പോകുന്ന രീതിയിൽ തന്നെയാണ് സന്തോഷ് നാരായണൻ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനൊരു എപ്പിക് സയൻസ് ഫിക്ഷൻ മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന VFX, കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൻ്റെ ഹെൽപ്പ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. ആ ഒരു പോർഷൻ താന്നു പോയി കഴിഞ്ഞാൽ തന്നെ പടം ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകും. ആ ഒരു കാര്യത്തിൽ ഇന്ത്യൻ സിനിമകൾക്ക് എന്നല്ല ഹോളിവുഡ് സിനിമകൾക്ക് തന്നെ കമ്പയർ ചെയ്യത്തക്ക രീതിയിലുള്ള അത്രയും ഗംഭീര VFX, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് പരിപാടികളാണ് ഈ പടത്തിനകത്ത് പിടിച്ചിരിക്കുന്നത്. പ്രൈം ഫോക്കസ്, DNEG ആൻഡ് എംബസി വിഷ്വൽ എഫക്ട്സ്, ഇവരാണ് ഇതിൻ്റെ VFX ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ചെയ്തിരിക്കുന്നത്. ഗംഭീര വർക്കാണ്. ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത് വെച്ച് ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു ഏറ്റവും കാഴ്ചയിലേക്ക് നമുക്ക് ഇതുവരെ കാണാത്ത കുറേ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തരുന്ന, നമ്മൾ ഇതുവരെ കാണാത്ത ലോകങ്ങൾ കാണിച്ചു തരുന്ന, ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് പരിപാടികളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ആണ് ഈ പടത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വർത്താണ്. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഈ പറഞ്ഞ പോലെ ഇതിനകത്തുള്ള VFX വിഷ്വൽസ് തന്നെ നമുക്ക് വർത്താണ്. ഞാൻ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ഇത്രയും എടുത്ത് പറയാനുള്ള കാരണം അത്രയും രസമായിട്ടാണ്, അത്രയും വർക്കായിട്ടുണ്ട് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലെല്ലാം. അതേപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒന്നാണ് ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി. ഇതൊരു ആക്ഷൻ മൂവിയാണ്, സൈഫൈ ആക്ഷൻ മൂവി തന്നെയാണ്. ഇതിനകത്ത് ആക്ഷൻ സെറ്റ് പീസസുകൾ തന്നെ ഇതിനകത്ത് ഒരുപാട് വർക്കായിട്ടുണ്ട്. ആൻഡ്രൂസ് ന്യൂജൻ എന്ന് പറയുന്ന ആളെ അതിനകത്ത് സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. പുള്ളി ഇതിന് മുമ്പ് കമാൻഡോ എന്നുള്ള പടമൊക്കെ ചെയ്തിട്ടുണ്ട്. ഹോളിവുഡ് പടങ്ങൾ, ചൈനീസ് ആക്ഷൻ മൂവീസൊക്കെ കാണുന്ന പോലെ അത്രയും ക്വാളിറ്റി വർക്ക് ഇതിനകത്തുണ്ട്. കമ്മിങ് ടു ദ കാസ്റ്റ് ആൻഡ് പെർഫോമൻസ്,
അമിതാഭ് ബച്ചനെയാണ് എനിക്കിതിനകത്ത് ഫസ്റ്റായിട്ട് തോന്നിയത്. അമിതാഭ് ബച്ചൻ അത് കഴിഞ്ഞേ ഉള്ളൂ പ്രഭാസ് എന്ന് തോന്നി. കാരണം പുള്ളിക്കാരന് 80 വയസ്സം കണ്ടായി. 80ാമത്തെ വയസ്സിലും ഡ്യൂപ്പുണ്ട് ഫൈറ്റും മറ്റു കാര്യങ്ങളിൽ. എന്നിരുന്നാൽ പോലും പുള്ളിയുടെ പെർഫോമൻസും ആ ഒരു എനർജിയൊക്കെ ഒരു രക്ഷയില്ല, ഔട്ട് ഓഫ് ദ വേൾഡാണ്. 80ാമത്തെ വയസ്സിലാണ് ഈ നടൻ ഇങ്ങനെ കാണിക്കുന്നത് നമുക്ക്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ വെച്ച് ഇങ്ങനെ ഒരു പടം ചെയ്യാനായിട്ട് ആളുകൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ഭയങ്കരമാണ്. ലിവിങ് ലെജൻഡാണ്, ഒന്നും പറയാനില്ല. ബാഹുബലിക്ക് ശേഷം പ്രഭാസിന്റെ ഗ്രാഫ് താന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. സാഹോ ആയിക്കോട്ടെ, രാധേശ്യാം ആയിക്കോട്ടെ, അവസാനം വന്ന ആദിപുരുഷി എല്ലാം ശവം പരിപാടികളായിരുന്നു. സലാറിൽ പോലും ഈ പറഞ്ഞ കണക്ക് ബിൽഡപ്പും 20 മിനിറ്റ് ഫൈറ്റും അല്ലാതെ അതിനകത്തും വേറെ സംഗതികളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ പ്രഭാസ് ഈസ് ബാക്ക് എന്ന് നമുക്ക് പറയാം. ബാഹുബലിയിലൂടെ രാജമൗലി പ്രഭാസിനെ കൈപിടിച്ച് നടത്തിയത് ഏത് ഉയരങ്ങളിലേക്കാണോ അതിനും ഉയരങ്ങളിലേക്ക് നാഗ് അശ്വിൻ കൽക്കിയിലൂടെ അദ്ദേഹത്തെ കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള മോസ്റ്റ് എക്സ്പെൻസീവ് മൂവിയാണ്. പ്രഭാസിനെ പോലെ ഒരു നായകൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനകത്ത് കളക്ഷൻ തിരിച്ചു കിട്ടുള്ളൂ എന്നുണ്ട്. ശരിക്കും ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഇതിന്റെ തിരക്കഥ തന്നെയാണ്. പക്ഷേ പ്രഭാസിനെ പോലൊരു ടൂൾ യൂസ് ചെയ്ത് വേണം ഇത് ജനങ്ങളിലേക്കും കൂടുതൽ ആളുകളിലേക്ക് ഇതൊരു പാൻ ഇന്ത്യൻ റീച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. സോ ആ കാര്യത്തിൽ ഈ പടം വിജയിച്ചിരിക്കുകയാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഒരു സിനിമയായി മാറണം എന്നാണ് എൻ്റെ പേഴ്സണൽ ആഗ്രഹം. ഇവർ രണ്ടുപേരും കഴിഞ്ഞു കഴിഞ്ഞാൽ ദീപിക പദുകോണാണ് ഇതിനകത്ത് മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത്. ദീപിക പദുകോണുമായിട്ടാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കോൺഫ്ലിക്റ്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. കമലഹാസൻ സുപ്രീം യാസ്കിൻ എന്നുള്ള ക്യാരക്ടറാണ് ഇതിൻ്റെ അകത്ത് മെയിൻ വില്ലൻ. പുള്ളി തന്നെയാണ്. ഒരുപാട് സർപ്രൈസ് കാസ്റ്റ് ഈ പടത്തിനകത്തുണ്ട്. അത് നമുക്ക് കണ്ട് തന്നെ എൻജോയ് ചെയ്യാം. എന്നെ പേഴ്സണലി എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ പുള്ളി കിടിലം, പുള്ളി കൊള്ളാലോ, അടിപൊളിയായിട്ടുണ്ട് എന്ന് തോന്നിയ ആളുകളുടെ പേര് ഞാൻ പറയാം. സുപ്രീം യാസ്കിൻ, കമലഹാസന്റെ കമാൻഡർ മാനസ് ആയിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ശാശ്വത ചാറ്റർജി എന്ന് പറഞ്ഞ പുള്ളി ശരിക്കും കമലഹാസന് വേണ്ടി ഈ പടത്തിനകത്ത് ഫുൾ വില്ലനിസം ഇറങ്ങിയടിക്കുന്ന ടീം പുള്ളിക്കാരനാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശോഭന അതിനകത്ത് നന്നായിട്ട് വന്നു. അതേപോലെ വില്ലൻ ഗ്രൂവിലുള്ള ഒരു ബൗണ്ടി ഹണ്ടറായിട്ട് അഭിനയിച്ചൊരു പയ്യനുണ്ട്. അതേപോലെ മലയാളത്തിൽ നിന്നും അനബന്റെ പെർഫോമൻസും നല്ല രസമായിരുന്നു. പുള്ളിക്കാരിയുള്ള പോർഷൻസ് എല്ലാം ഗംഭീരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിതിനകത്ത് ബുജ്ജിയുടെ സൗണ്ട് നല്ല ഫെമിലിയർ സൗണ്ട് ആണല്ലോ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും. പക്ഷേ അത് ആരാണെന്ന് എനിക്ക് അറിയില്ല. ഞാൻ പിന്നീട് എൻ്റെ കാസ്റ്റ് ഡീറ്റെയിൽസ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് കീർത്തി സുരേഷിൻ്റെ സൗണ്ടാണ് ബുജ്ജി എന്ന് പറയുന്ന ആ ഒരു AI ടൂളിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല, അത് നല്ല രീതിയിൽ അതിൻ്റെ ഒരു ഒരു സെപ്പറേറ്റ് ക്യാരക്ടർ പോലെ തന്നെ നമുക്കത് ഫീൽ ചെയ്തു. പ്രഭാസിൻ്റെ ഭൈരവ എന്നുള്ള ക്യാരക്ടറിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ടുള്ള ഒരു AI ആണ് കീർത്തി സുരേഷ് ശബ്ദം കൊടുത്തിട്ടുള്ള ബുജ്ജി. ഇപ്പോൾ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കൽക്കി എന്നുള്ള പേരിൽ ഒരുപാട് പ്രോഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. ഈവൻ ഒരു സൈക്കിൾ പോലും ഇറങ്ങുന്നുണ്ട്. നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പ്രൊമോഷൻസ് ചെയ്യുന്നുണ്ട്. നിർബന്ധമായിട്ടും ഈ സിനിമ ഇന്ത്യയിൽ എല്ലാവരും കാണണം. നിങ്ങൾക്ക് പുരാണം ഇഷ്ടമാണ്, പുരാണ കഥകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സിനിമകളോ സീരീസുകളോ ഒക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതുപോലുള്ള നമ്മുടെ കൾച്ചറുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സംഗതികൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണാം. നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും താല്പര്യമില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സൈഫൈ പിടിച്ചിട്ടുള്ള പടങ്ങളാണ് കൂടുതൽ താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു മൂവിയാണ്. ഇല്ല, നിങ്ങൾക്കൊരു ആക്ഷൻ പാക്ഡ് മൂവി കാണണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അതിനുള്ള സാധനമുണ്ട്. ഇതൊരു 3 മണിക്കൂർ ലെങ്ത് ഉള്ളൊരു മൂവിയാണ്. കുറച്ചൊക്കെ അങ്ങായിട്ട് ട്രിം ചെയ്യായിരുന്നു. പ്രഭാസിന് കുറച്ച് ഹീറോ ഈഗോ മസാജ് പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. 1/4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു എൻട്രിയും അതിനനുസരിച്ചുള്ളൊരു ഫൈറ്റ് സീക്വൻസും ഒക്കെ ഉണ്ട്. അതൊക്കെ കുറച്ചുകൂടെ വെട്ടിച്ചുരുക്കിയിരുന്നെങ്കിൽ പടം കുറേ കൂടെ ക്രിസ്പായി വന്നേനെ. അങ്ങനെ വളരെ കുറച്ച് നെഗറ്റീവ്സ് മാത്രമേ പടത്തിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൂ. VFX എല്ലാ പോർഷനിലും നല്ല ഗംഭീരമായിട്ട് വന്നെങ്കിൽ പോലും വേറെ കുറച്ച് മൂവിങ് ഷോട്ടുകൾ, കുറച്ച് സംഗതികൾ, പറന്നു പോകുന്ന സാധനങ്ങളിലൊക്കെ ഗ്രാഫിക്സ് കുറച്ചൊന്ന് കുറഞ്ഞിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്രാഫിക്സ് ആണെന്ന് നോട്ടീസ് ചെയ്യത്തക്ക രീതിയിലുള്ള സീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ അതങ്ങ് മാറിപ്പോകും എന്നുള്ളതേ ഉള്ളൂ. വേറെ നമുക്ക് നെറ്റി ചുളിക്കത്തക്ക രീതിയിലുള്ള ഒരു മോശം സീക്വൻസോ അല്ലെങ്കിൽ മോശം വർക്കോ പടത്തിനകത്തില്ല. നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഒന്നെങ്കിൽ ഒരു ഗ്ലെയർ അടിച്ചോ അല്ലെങ്കിൽ ലൈറ്റ് അടിച്ചോ തീപ്പന്തം വെച്ചോ ഒക്കെ അത് മാസ്ക് ചെയ്ത് തന്നെ പോകുന്നുണ്ട്. നമുക്ക് അത്ര എവിഡൻ്റ് ആയിട്ട്, ഞാനത് IMAX-ലാണ് കണ്ടത്. എനിക്ക് മേ ബി അതുകൊണ്ടായിരിക്കും അത്ര എവിഡൻ്റ് ആയിട്ട് എനിക്കത് ഫീൽ ചെയ്തതെന്ന് തോന്നുന്നു. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു 4K റെസൊല്യൂഷൻ സ്ക്രീനിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡോൾബി അറ്റ്മോസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമ തന്നെയാണ്. കൽക്കി 2898 മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് മൂവി തന്നെയാണ്. നിർബന്ധമായിട്ടും കാണുക. പടത്തിന് ഒരുപാട് ലെയറുകളുണ്ട്, ഒരുപാട് സംസാരിക്കാനുണ്ട്. എല്ലാം സ്പോയിലറായി പോകുന്നുള്ളത് കൊണ്ട് അതിനെപ്പറ്റി വലുതായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് കാണാം. തമിഴിലും മലയാളത്തിലും തെലുങ്കിലും ഒക്കെ പടം അവൈലബിൾ ആണ്. ഉടനെ സിനിമകൾ ഇറക്കാൻ നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അവരുടെ സിനിമകളൊന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. 2 ആഴ്ച കാലത്തേക്കെങ്കിലും മിനിമം കൽക്കി തിയേറ്ററുകൾ വിട്ടുപോകാനുള്ള സാധ്യതയില്ല. ഇനി പാൻ ഇന്ത്യൻ ലെവലിൽ ഒരു വലിയ റിലീസ് വരാനിരിക്കുന്നത് കമലഹാസന്റെ ഇന്ത്യൻ 2 ആണ്. വേൾഡ് വൈഡ് പടത്തിന് നല്ല കളക്ഷൻ റിപ്പോർട്ടുണ്ട്. ഡെങ്കലിന്റെ അടക്കമുള്ള കളക്ഷൻ റിപ്പോർട്ടുകൾ ബ്രേക്ക് ചെയ്തൊരു വലിയ സംഭവമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും പടം കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.